ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇനി നമുക്ക് വ്യത്യസ്തമായ 3 ജ്യൂസ് പരിചയപ്പെടാം. ആദ്യമായിട്ട് നമുക്ക് കുക്കുംബർ മൊജിറ്റോ അതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 2 കുക്കുംബർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു വെറൈറ്റിയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഇതിൻ്റെ സ്കിന്ന് ഇതുപോലെ നമുക്ക് ഒന്നിടവിട്ടൊന്ന് മാറ്റാം. അതിനുശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഈ ഒരു ജ്യൂസ് നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ടൊക്കെ കൊടുക്കാൻ സാധിക്കും. അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ കഷ്ണങ്ങൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തൊലി കളയാതെ നമുക്ക് ഈ കുക്കുംബർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ജ്യൂസിന് നല്ലൊരു കളർ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഒരു പിടി പുതിനയില കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതിന് നല്ല കളറും ഫ്ലേവറും ഒക്കെ കിട്ടാൻ സഹായിക്കും. 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നല്ല തണുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് അടിച്ചെടുത്ത ജ്യൂസ് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. നല്ല പച്ച കളറിലെ കുക്കുംബർ കിട്ടുവാണെങ്കിൽ നല്ലൊരു കളറായിരിക്കും കേട്ടോ. അതിൻ്റെ സ്കിന്ന് കളഞ്ഞാലും നമുക്ക് നല്ലൊരു കളർ കിട്ടും. ഇപ്പോൾ ഇത് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. നമുക്ക് ഗ്ലാസിൻ്റെ പകുതി ഭാഗത്തോളം ഈ കുക്കുംബർ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ പകുതി നമുക്ക് പ്ലെയിൻ സോഡ ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പ്രൈറ്റ് ആണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഷുഗറിൻ്റെ അളവ് നിങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യണം. അങ്ങനെ നമ്മുടെ കുക്കുംബർ മൊജിറ്റോ ഇവിടെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇനി നമുക്ക് വ്യത്യസ്തമായ 2 മുന്തിരി ജ്യൂസുകൾ പരിചയപ്പെടാം. ആദ്യം നമുക്ക് ഗ്രേപ്പ് മിൽക്ക് ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. 2 ജ്യൂസിനും കൂടി ഏകദേശം 400 ഗ്രാം കുരുവില്ലാത്ത കറുത്ത മുന്തിരിങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് 1 മണിക്കൂർ നേരം ഉപ്പും മഞ്ഞപ്പൊടിയും വിനെഗരിയും ചേർത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി ഞാൻ എടുത്തിട്ടുള്ളതാണ്. കുരുവുള്ള മുന്തിരിങ്ങായി നമുക്കിതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുന്തിരിങ്ങ മുഴുവനും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരുപാട് നേരം ഇട്ടിതൊന്നും കുക്ക് ചെയ്യരുത്. ഇത് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വെള്ളത്തിൽ താഴ്ന്നു കിടന്ന മുന്തിരിങ്ങ പൊങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു പരുവമാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഈ മുന്തിരിങ്ങ മാറ്റാവുന്നതാണ്. അതിനായിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഐസ് ഇട്ട് എടുക്കുക. അതിലേക്കാണ് നമ്മൾ ഇത് മാറ്റേണ്ടത്. ഈ തിളപ്പിച്ച വെള്ളത്തിലേക്ക് കളർ ഇറങ്ങിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ വെള്ളം ഞാൻ കളയുന്നില്ല, അതുപയോഗിച്ച് ഞാൻ വേറൊരു ജ്യൂസ് കൂടി തയ്യാറാക്കി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ തണുത്ത വെള്ളത്തിലേക്ക് മാറ്റുകയാണ്. ഇങ്ങനെ തിളപ്പിച്ചെടുത്ത മുന്തിരി ആയതുകൊണ്ട് ഈ ജ്യൂസിന് പ്രത്യേക ടേസ്റ്റ് വ്യത്യാസങ്ങളൊന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല. അങ്ങനെ നമ്മുടെ ഈ മുന്തിരിങ്ങയിൽ നിന്നും ഒരു 200 ഗ്രാം മുന്തിരിങ്ങ നമ്മൾ ഗ്രേപ്പ് മിൽക്ക് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് എടുക്കുകയാണ്. അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇപ്പോൾ തണുത്തിട്ടുണ്ട്, ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു 200 ml പാല് നല്ല ഐസ് പോലെ കട്ടയാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. നല്ലപോലെ തണുത്ത പാൽ ഒഴിച്ചു കൊടുത്താലും മതിയാകും. നല്ല തിക്ക് കൺസിസ്റ്റൻസി കിട്ടണമെങ്കിൽ പാൽ ഇതുപോലെ കട്ടിയാക്കി ഒഴിക്കുന്നതായിരിക്കും ബെറ്റർ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. കുരുവോടുകൂടി മുന്തിരിങ്ങയാണെങ്കിൽ കൂടി ഇതുപോലെ നമുക്കൊന്ന് അരിച്ചെടുത്താൽ മതിയാകും. പിന്നെ വേറൊരു സംശയം വരുന്നത് പാലും മുന്തിരിങ്ങയോടെ ചേരുമ്പോൾ പാല് പിരിയുമോ എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല. നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ജ്യൂസ് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കുടിക്കുന്നതാണ് നല്ലത്. വെച്ചിരുന്ന് കുടിക്കുന്നതിനേക്കാളും ബെറ്റർ അതാവും. അങ്ങനെ നമ്മളിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അങ്ങനെ വെറൈറ്റി ടേസ്റ്റിലുള്ള ഗ്രേപ്പ് മിൽക്ക് ജ്യൂസ് അഥവാ ഗ്രേപ്പ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് ബോൾ ഗ്രേപ്പ് ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഇതൊരു അറേബ്യൻ മുന്തിരി ജ്യൂസാണ്. ഇത് നമുക്ക് വെച്ചിരുന്ന് ഉപയോഗിക്കാവുന്നതാണ്. ഇത് പഴകും തോറും ഇതിൻ്റെ രുചി കൂടുന്നതാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മൾ കുക്ക് ചെയ്ത ആ മുന്തിരിങ്ങയിൽ നിന്നും കുറച്ച് മുന്തിരിങ്ങ മാറ്റി വെച്ചിരുന്നു. അതിൻ്റെ സ്കിന്നും അതിൻ്റെ പൾപ്പും കൂടി ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം. കുരുവുള്ള മുന്തിരിങ്ങ ആണെങ്കിൽ കുരു കൂടി ഈ സമയം നമ്മൾ മാറ്റണം. അങ്ങനെ ഞാൻ പൾപ്പും എൻ്റെ സ്കിന്നും കൂടി ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പൾപ്പ് ഞാൻ ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കും.
ഈ തൊലിയാണെങ്കിൽ നമ്മൾ തിളപ്പിക്കാൻ ഉപയോഗിച്ച ആ വെള്ളത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം തീ ഓൺ ആക്കിയിട്ട് നന്നായിട്ടൊരു 10-15 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ ഈ സ്കിന്നിലെ കളറെല്ലാം ഈ വെള്ളത്തിൽ ഇറങ്ങും. കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് തിളപ്പിച്ച ശേഷം ഇതൊന്ന് അരിച്ചെടുത്ത് തണുക്കാനായിട്ട് വെക്കാം. ചൂടാറിയ ശേഷം 3 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കണം. അതിനുശേഷം നമുക്ക് ഇതുപോലെ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തണുക്കാൻ വെച്ചിട്ടുള്ള ഗ്രേപ്പ് ബോൾസ് കൂടി ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ബോൾ ഗ്രേപ്പ് ജ്യൂസ് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നമ്മളിത് കുക്ക് ചെയ്ത ഗ്രേപ്സ് ആയതുകൊണ്ട് ഇതിന് കറയുടെ ചുവയൊന്നും ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോയുമായി കാണും വരെ ബൈ.